വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്നാക്ക് തയ്യാറാക്കിയാലോ. റവയും ഉരുളക്കിഴങ്ങും മാത്രം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് വെന്ത് വരാനായിട്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചെറുതീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ റവ ഇതുപോലെ ഉരുണ്ട് വരുന്ന ഈ ഒരു പാകമാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. 2 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 3 അല്ലെങ്കിൽ 4 ഉരുളക്കിഴങ്ങ് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് റവയൊക്കെ നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അത് നമുക്ക് മുഴുവനായിട്ടും ഈ ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ബേസായിട്ടുള്ള ഏത് സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും ഞാൻ അതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ സ്നാക്കിന് കിട്ടുക. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റവ ഫിംഗേഴ്സിനുള്ള മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവാം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് വീതം എടുത്ത് ചെറിയ ഉരുളകളാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഫിംഗേഴ്സിൻ്റെ ആ ഒരു ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരിപ്പോടയുടെ ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉഴുന്നുവടയുടെ ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫിംഗേഴ്സും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഫിംഗേഴ്സും ഒരേ വലിപ്പത്തിലും ഒരേ കനത്തിലും ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റവ ഫിംഗേഴ്സ് ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഏകദേശം 16 എണ്ണം നമുക്ക് കിട്ടുന്നതാണ്. ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോ ഫിംഗേഴ്സായിട്ട് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ റവയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നമ്മൾ ഓൾറെഡി വേവിച്ചതാണ്. അപ്പോൾ ഇനി എക്സ്ട്രാ ഇത് വേവേണ്ട ആവശ്യമില്ല. പകരം ഇതിൻ്റെ ഔട്ടർ പാർട്ട് ഒന്ന് ക്രിസ്പായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത് കാരണം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ വശവും നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും ഒരുപോലെ ഫ്രൈ ആയി ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫിംഗേഴ്സും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ റവ ഫിംഗേഴ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. വീട്ടിൽ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ മുട്ട ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുവാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണിത്. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കിടിലൻ സ്നാക്കാണ്. അതേപോലെ തന്നെ നോമ്പ് തുറക്കാനും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ.